അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ നേതാക്കന്മാർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികൾ, സുന്നത്തും ബിദ്അത്തും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംവദിക്കുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം കൊണ്ട് അവിടുത്തെ സമൂഹത്തിന് പരിപൂർണമായ രീതിയിൽ അവതരിപ്പിച്ചു തന്നു. പരിശുദ്ധമായ ഖുർആനിലൂടെ അത് മുഴുവൻ ഉൾപ്പെടുത്തി ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് വലിയൊരു ആധാരമായി ഖുർആനിനെ സ്ഥിരപ്പെടുത്തി. ആ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയവരാണ് പ്രഗൽഭരായ സ്വഹാബത്ത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നു, സൂറത്ത് തൗബയിലൂടെ 100-ാമത്തെ ആയത്തിൽ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. അൻസാറുകളും മുഹാജിറുകളുമായ സഹാബാക്കളും നന്മകളിൽ അവരെ മാതൃകകളാക്കി അവരെ പിന്നാലെ വന്ന താബിഈങ്ങളും താബിഈങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അനുഭവിക്കേണ്ടത് മഹാന്മാരിലൂടെയാണ്. ആ സുന്ദരമായ കാഴ്ചയായിരുന്നു മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ അനാചാരങ്ങളാക്കാനും ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട വഹാബികളും മൗദൂദികളും മറ്റുള്ള അവാന്തര വിഭാഗങ്ങളും അവർ മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളെ അനാചാരങ്ങളാക്കുന്നു. അവരുടെ ദുർന്യായങ്ങൾക്ക് വേണ്ടി ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യത്തെ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് പുത്തൻവാദമാണ്. ആ പുത്തൻവാദം തള്ളപ്പെടേണ്ടതാകുന്നു. മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളായ നബിദിനാഘോഷത്തിനെയും മാലമൗലിദുകളെയും ഖുത്ബിയത്ത് റാത്തിബുകളെയും മഹാന്മാരോടുള്ള സിയാറത്തിനെയും തബറുക്കിനെയും അവർ ബിദ്അത്താക്കുന്നു, പുത്തൻവാദമാക്കുന്നു. ഇവിടെയാണ് സുന്നത്തും ബിദ്അത്തും നാം മനസ്സിലാക്കേണ്ടത്. സുന്നത്ത് എന്നതിന്റെ ഭാഷാ പ്രയോഗം മഹാനായ സയ്യിദ് ഷരീഫുൽ ജുർജാനി അവിടുത്തെ കിതാബ് തഅരീഫാത്തിൽ വ്യക്തമാക്കുന്നു. അസ്സുന്നത്തുൽ ലുഗവിയ്യ, ഭാഷാർത്ഥത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹിയ തരീഖത്തു മർളിയതൻ കാനത ഔ ഗൈറ മർളിയ, അതൊരു വഴിയാണ്. അത് നല്ലതാകട്ടെ മോശമാകട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ സുന്നത്തുകൾ 2 വിധമുണ്ട്. സുന്നത്തുൻ ഹസനയുണ്ട്, സുന്നത്തുൻ സയ്യിഅയുണ്ട്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫഅമില ബിഹാ ബഅദഹു കുതിബ ലഹു മിസ്ലു അജ്രി മൻ അമില ബിഹാ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ ഫഅമില ബിഹാ ബഅദഹു കുതിബ അലൈഹി മിസ്ലു വിസ്രി മൻ അമില ബിഹാ വലാ യൻഖുസു മിൻ ഔസാരിഹിം ഷൈഅ. ഇസ്ലാമിൽ ഒരാൾ നല്ല ശരിയായ ഒരാൾ മാതൃകയാക്കി അതിനെ പിൻപറ്റി ആര് അമൽ ചെയ്താലും അതിന്റെ തുല്യമായ പ്രതിഫലം അതിനെ തുടങ്ങിയവനും അവനെ പിൻപറ്റി ആരൊക്കെ ആ അമൽ ചെയ്യുന്നുണ്ടോ അവർക്ക് മുഴുവൻ ലഭിക്കും. മാത്രമല്ല സുന്നത്തുൻ സയ്യിഅയ ഒരാൾ മാതൃകയാക്കിയാൽ എന്ന് വെച്ചാൽ മോശമായ ഒരു നടപടി, ആ മോശമായ നടപടി ആരാണോ തുടങ്ങിയത് ആ തുടങ്ങിയവനും അവനെ പിൻപറ്റി ആരൊക്കെ ആ തെറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ മുഴുവൻ കുറ്റങ്ങളും അവർക്ക് മുഴുവനും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുന്നത്ത് ചിലപ്പോൾ നിർബന്ധമാകും, സുന്നത്തുൻ ഹസന ചിലപ്പോൾ നിർബന്ധമാകും, ചിലപ്പോൾ സുന്നത്താകും, ചിലപ്പോൾ മുബാഹാകും. അതേ സുന്നത്തുൻ സയ്യിഅ ചിലപ്പോൾ കറാഹത്താകും, ചിലപ്പോൾ ഹറാമാകും. ഈ 2 പ്രയോഗങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലും കാണാം. സൂറത്തുൻ നിസാഇലെ 26-ാമത്തെ ആയത്തിലും സൂറത്തുൽ കഹ്ഫിലെ 55-ാമത്തെ ആയത്തിലും കാണാം. മുസ്ലിമീങ്ങൾ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സുന്നത്തു ശർഇയ്യയാണ്. അതാണ് സുന്നത്തുൻ ഹസന. എന്താണ് അസ്സുന്നത്തു ശർഇയ്യ? 3 അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ളത്. ഒന്നാമത്തേത് നിർബന്ധമല്ലാത്ത കൽപ്പന, രണ്ടാമത്തേത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അനുവാദങ്ങളുമാണ്. മൂന്നാമത്തേത് മാ യകൂനു മിമ്മഖ്തലാഹു ദലീലു ശർഇയ്യു വമാ കാന ലഹു അസ്ലം മിന ശർഇ സുന്നത്തൻ ശർഇയ്യതൻ ലാ ബിദ്അതൻ ശർഇയ്യ. മുസ്ലിമീങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഖുർആനിനോടും ഹദീസിനോടും ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തോടു കൂടിയുള്ള കാര്യമാവുക. അങ്ങനെ ശർഇന്റെ പിൻബലത്തോട്
വാദങ്ങളോടുകൂടെയുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം സുന്നത്തുൻ ശർഇയ്യയാണ്. അതൊന്നും ബിദ്അത്തല്ല. മുസ്ലിമീങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഖുർആനിൽ ഇല്ലാത്തതാണ്, ഹദീസിൽ ഇല്ലാത്തതാണ്, ഇമാമിങ്ങൾ പറയാത്ത കാര്യമാണ് എന്ന് അനാചാരമാക്കുന്നവർ ഇസ്ലാമിന്റെ ബാലപാഠം മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം മുമ്പില്ലാത്ത എല്ലാ കാര്യങ്ങളും അത് പാടില്ലാത്ത കാര്യമല്ല. ബിദ്അത്ത് എന്നതിന്റെ ഭാഷാ പ്രയോഗം സാക്ഷാൽ വഹാബികളുടെ നേതാവായ ഇബ്നു തൈമിയ തന്നെ പറയുന്നുണ്ട്. മുമ്പില്ലാത്ത എല്ലാ കാര്യങ്ങളും അത് ബിദ്അത്താണ്. അതേ സമയത്ത് ബിദ്അത്തുൻ ശർഇയ്യ എന്ന് പറഞ്ഞാൽ വകുല്ലു മാ ലം യദുല്ല അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ശർഇയ്യായ തെളിവുകളില്ലാത്ത ഏതൊക്കെ ആചാരങ്ങളുണ്ടോ അതെല്ലാം പുത്തൻവാദമാണ്. അതേ സമയത്ത് ശർഇയ്യായ തെളിവുകളോട് കൂടെ വന്ന ഏതൊക്കെ ആചാരങ്ങളുണ്ടോ അതെല്ലാം ബിദ്അത്തുൻ ഹസനയാണ്, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇതാണ് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ളർബാനി, പുതുതായി ഉണ്ടായ കാര്യങ്ങൾ രണ്ട് വിധമാണ്. അതിൽ ഒന്നാമത്തത് മാ അഹ്ദസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅ, പുതുതായി ഉണ്ടായ ഒരു കാര്യം ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും എതിരാതാണെങ്കിൽ ഫഹാദിഹിൽ ബിദ്അത്തു ളലാല, ഈ പുത്തൻവാദം പഴച്ചുപോയ പുത്തൻവാദമാകുന്നു, നരകത്തിലേക്ക് എത്തിക്കുന്ന പുത്തൻവാദമാകുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ് വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒരു ആചാരത്തെ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ആ പുത്തൻവാദം നരകത്തിലേക്ക് എത്തിക്കുന്നതാകുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ബിദ്അത്ത് എന്ന് കാണുമ്പോഴേക്ക്, കിതാബുകളിലോ ഹദീസുകളിലോ ബിദ്അത്ത് എന്ന് കാണുമ്പോഴേക്ക് അത് പുത്തൻവാദമാണ്, അത് പാടില്ലാത്തതാണ് എന്ന് പറയുന്നവരോട് അവർ ഖുർആനും ഹദീസും മനസ്സിലാക്കാത്തവരാണ്. അതുകൊണ്ട് അതെല്ലാം പഠിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾ കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശമനുസരിച്ച് ജീവിക്കാനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേതൃത്വം നൽകുന്ന സർവ്വ പണ്ഡിതന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാരാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം.